നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മരിച്ചവരുമായി സംസാരിക്കാനാകുമോ എന്ന്? അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അല്ലേ? പെട്ടെന്ന് പ്രിയപ്പെട്ടവർ ഇല്ലാതാകുമ്പോൾ അത്രയധികം ദുഃഖത്തിലൂടെ കടന്നുപോകുന്ന സമയത്ത് അവരുമായൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടാവുമല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സിനിമകളിലും മറ്റും കാണാൻ കഴിയും, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ലല്ലോ ഇതൊന്നും. എന്നാൽ മരിച്ചുപോയവരുമായി സംസാരിക്കാൻ ഫോൺ അല്ല, ഒരു ഫോൺ ബൂത്ത് തന്നെയുണ്ട് അങ്ങ് ജപ്പാനിൽ. വയർ കണക്ഷൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ബൂത്ത്. ജപ്പാനിലെ ഒത്സുച്ചി എന്ന സ്ഥലത്തേക്ക് പോയാൽ പസഫിക് സമുദ്രത്തിന് എതിർദിശയിൽ ഒരു കുന്നിന്റെ മുകളിലായി വെള്ള നിറത്തിലുള്ള ഫോൺ ബൂത്ത് കാണാം. ഗ്ലാസ് കൊണ്ട് മൂടിയ ഈ ബൂത്തിലൂടെയാണ് മരണപ്പെട്ടവരുമായി സംസാരിക്കുന്നത്. ഫോൺ ഓഫ് ദ വിൻഡ് എന്നാണ് ഇതിന്റെ വിളിപ്പേര്. ഈ ടെലിഫോൺ ബൂത്തിന് പിന്നിൽ ഒരു വലിയൊരു കഥ തന്നെയുണ്ട്. ഇറ്റാരു സസാക്കി എന്ന വ്യക്തിയാണ് ഈ ഫോൺ ബൂത്ത് സ്ഥാപിച്ചത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ബന്ധു മരണപ്പെട്ടു. ആ മരണത്തിന്റെ ദുഃഖം താങ്ങാവുന്നതിനുമപ്പുറമായിരുന്നു. തകർന്നുപോയ സസാക്കി അതിൽ നിന്ന് രക്ഷ നേടാൻ പല വഴികളും നോക്കിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. ആ മരിച്ചുപോയ വ്യക്തിയോട് സംസാരിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് ഒരു സമാധാനവുമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നുമാണ് ആ ഫോൺ ബൂത്തിന്റെ പിറവി. ആ ബന്ധുവിന്റെ മരണത്തിൽ നിന്നും കരകയറാൻ സസാക്കി നിർമ്മിച്ച ഒരു ആശയമായിരുന്നു അത്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വയർ കണക്ഷൻ ഒന്നും തന്നെയില്ലാത്ത ഒരു ഫോൺ സ്ഥാപിക്കുകയാണ് സസാക്കി. ആ ഫോൺ ബൂത്തിലെ ഫോണിലൂടെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്തൊന്നും ആ ഫോൺ ബൂത്ത് അത്ര പ്രശസ്തമായിരുന്നില്ല. 2011 ജപ്പാനിൽ വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം വടക്കുകിഴക്കൻ ജപ്പാനിലെ മുഴുവൻ ജനതയും നശിക്കാൻ ഇടയായി. ഭൂകമ്പം മൂലമുണ്ടായ സുനാമി ആയിരക്കണക്കിന് പേരുടെ ജീവൻ കവർന്നു. അങ്ങനെ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ചുപേർ അവരുടെ ഉറ്റവർ നഷ്ടപ്പെട്ടതിന്റെ വിഷമം സഹിക്കാവുന്നതിനുമപ്പുറമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഫോൺ ബൂത്ത് അവർക്ക് ഒരു ആശ്വാസം ആകുന്നത്. ഗ്ലാസ് ബൂത്തിനകത്ത് കണക്ഷനില്ലാതെ കിടക്കുന്ന ആ പഴയ ഫോൺ ഉപയോഗിച്ച് മരിച്ചുപോയ ഉറ്റവരോട് സംസാരിക്കാൻ ആളുകൾ എത്തിത്തുടങ്ങി. വിട പറയാൻ കഴിയാതെ പോയ ആളുകളോട് യാത്ര പറയാൻ ആളുകളെത്തുമ്പോൾ ആ ഫോൺ ബൂത്ത് സന്തോഷത്തോടെ അവരെ വരവേൽക്കും.